ഗൈസ് വെൽക്കം ബാക്ക്. അതെ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അൽമസ്കറ്റ് സീരീസ് ഇൻട്രോ എടുക്കുന്ന പോലത്തെ ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരാമെഡിക്കൽ വ്ളോഗാണ്. 6:13 ഉണ്ടോ, ലൈറ്റൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ലൈറ്റ് വീഴുന്നുണ്ടായിരുന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ലൈറ്റ് വീണിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പാരാമെഡിക്കാൻ പോവുകയാണ്. അപ്പം നമുക്കെന്താ നമ്മൾ അൽമസ്കറ്റ് സീരീസ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എറ്റനദർ വ്ളോഗ്. ഇതാണ്ട എൻ്റെ കൂടെ ഒരാൾ കൂടെയുണ്ട്. ഞാൻ പോകാമെന്ന് വിചാരിച്ചു, അപ്പോൾ ചാടി തുള കയറിയിട്ടുണ്ട്. അവളിപ്പോൾ പുറത്തിങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് കുറച്ചായി, അപ്പോൾ ചാടി കയറിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എറ്റനദർ വ്ളോഗ്. ബൈ ദ വേ, ഇപ്പം തൊട്ട് നിങ്ങൾ കാണുമ്പോൾ വ്ളോഗിൻ്റെ ഇൻട്രോ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നും കൂടെ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇന്ന് എത്രാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 13-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്ന് ലൈവ് വരാൻ പറ്റുമെങ്കിൽ ഞാൻ ലൈവ് വരും. ഇന്നലെ അല്ല, ഇനി ഞാൻ ലൈവ് വരാൻ വേണ്ടി ഇരുന്നാണ്, അത് നടന്നില്ല. വ്ളോഗ് എടുത്ത് എന്നിട്ട് ഇന്നലെ വൈകിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇന്നലെ വൈകിട്ട് നമ്മൾ വെളിയിലും പോയി. അതിൻ്റെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത് വലിയ പോക്കൊന്നും ആയില്ല. കാര്യം വെറുതെ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ ആയിപ്പോയി. പറ്റുവാണെങ്കിൽ അതിൻ്റെ വ്ളോഗും കൂടെ ഇടാം. അത് അൽമസ്കറ്റ് ഫാമിലി വരും. എന്തായാലും ഇതിലെന്തായാലും എന്താ പറയുന്നത്, ഇനി ഇതിൻ്റെ സൈൻ ഓഫ് എങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ അറിയിക്കണം. ഇറ്റ്സ് മീ കൃഷ്ണരി അല്ലെങ്കിൽ ഹരികൃഷ്ണൻ എന്ന് പറയേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ വിസാഡ് ഇപ്പം ഇല്ലല്ലോ. വിസാഡിനെ നമ്മൾ നിർത്തലാക്കിയിരിക്കുകയാണല്ലോ ബീസ്. അതാണല്ലോ ഇന്നത്തെ പതിവില്ലാതെ കാറുമ്പോഴാണല്ലോ ഗൈസ്. നമ്മളിപ്പോൾ വിസാഡിനെ നിർത്തലാക്കിയ സമയത്ത് ഇനി ഇറ്റ്സ് മീ ഡാർക്ക് വിസാഡ് വ്ളോഗ്സ് ഒന്നും ഇല്ല. ഇറ്റ്സ് മീ ഡാർക്ക് വിസാഡ് സൈനിങ് ഓഫ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞാൻ തന്നെ സൈനിങ് ഓഫ് എന്ന് പറയുന്നു. അപ്പോൾ എന്ത് സൈൻ ഓഫ് കൊടുക്കുമെന്ന് അറിയുന്നു. ഇപ്പം പോകുന്നത് നമ്മൾ അന്ന് പോയ അതേ കട തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കാറുണ്ട്. ഞാൻ പോയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ അൽമസ്കറ്റ് സീരീസ് ഇല്ലെന്നേ ഉള്ളൂ. അതായത് ഞാൻ വ്ളോഗ് എടുക്കാനോ അല്ലെങ്കിൽ നടക്കാനോ പോകുന്നില്ല. ഇവള് അതിൻ്റെ കൂടെ നടക്കാൻ പോകുന്നുണ്ട്. ഡെയിലി രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട്. ഇവള് ഇറങ്ങാൻ പോകുന്നുണ്ട്, ഞാൻ പോകുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ കുറേ നാളായി നമ്മൾ ഇങ്ങോട്ടൊക്കെ നടന്ന് വന്നിട്ട്. ഇപ്പോൾ കുറേ ആയി, 2-3 ആഴ്ചയായി നമ്മൾ അൽമസ്കറ്റ് സീരീസൊക്കെ ചെയ്തിട്ട്. ഇനി ഈ കട നമ്മൾ അന്ന് പോയ കട തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കാണിക്കണം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്നും പോകുന്നത്. അപ്പോൾ ഇതിന് വേറെ കാര്യമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇനി നടക്കാനൊന്നും പോകുന്നില്ല. പാല് കൊണ്ട് കൊടുത്തിട്ട് വേണം പാല് തിളപ്പിച്ച് ചായ കുടിക്കും. ഞാൻ ചായ പോലും കുടിച്ചില്ല. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. നമ്മളടുത്ത വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മേളിൽ പോയിരിക്കുക. ഈ സാധനം കണ്ടോ ഗൈസ്, ഇത് നമ്മൾ വെള്ളം കുടിക്കുന്ന സുനയ, അതായത് നമ്മളെ ദാഹജലിക്ക് ഫിൽട്ടർ വാട്ടറാണ്. പക്ഷെ ഇതാരും കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. സാധനം മേടിച്ചിറങ്ങി നമ്മൾ 6:24 ബാങ്കും വിളിച്ച്. സാധാരണ നമ്മൾ ഈ സമയത്ത് നമ്മളെ മേളിൽ പോയിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് പരിപാടി നോക്കുന്നതാണ്. അയ്യോ, പാലും പിടിച്ച് വീഡിയോ എടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇച്ചിരി പ്രശ്നം. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മുടെ കട. ഞാൻ ആ കട കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളിയാണ്, കോഴിക്കോടുകാരൻ. പുള്ളി തന്നെയാണ് നിന്ന് വരുന്നത്. പിന്നെ അവിടെ തിരക്കാരൻ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി. ഞാൻ പെട്ടെന്ന് സാധനം എടുത്തിട്ട് പോരുമായിരുന്നു. നൈസ്. അയ്യോ, ഈ സാധനം തിരിച്ചിരിക്കുകയാണ്. കാര്യം ഇതും പിടിച്ച് അതും പിടിച്ച് പോക്കിച്ചിരി നടപ്പല്ല. വരുത്തിയാണെങ്കിൽ അതേ പിടിച്ച് വലിക്കുന്നുണ്ട്. അതൊക്കെ കിട്ടുന്നതൊക്കെ വാഹനം. അയ്യ, ഇവിടെ പക്ഷെ എൻ്റെ കൈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടർന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു സാധനം തൂങ്ങിക്കിടപ്പോണി. ഈ പരിപാടി ഇച്ചിരി നടക്കാത്ത പരിപാടിയാണ്. കാര്യം ക്യാമറ നേരെ സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. പക്ഷെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോക്ക് നടക്കുകയില്ല. പിടിക്കരുത്. അപ്പോൾ നമ്മൾ ഒരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിന് പകരം മോരാണ് അവിടെ നിർത്തുകൊണ്ട് വന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതെനിക്ക് തിരിച്ചു പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ അത് മേളിൽ വന്നിരിക്കുകയാണത് നമ്മൾ സ്പീഡിൽ വീഡിയോ എഡിറ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റ്, പിന്നെ ഇരുട്ടുമായി. ഞാൻ ഇവിടെ വന്ന് സൈനപ്പ് ചെയ്ത് വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലെങ്ത്ത് കാണത്തില്ല. മിക്കവാറും ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വ്ളോഗ് വരാം, അല്ലെങ്കിൽ നാളത്തെയും കൂടെ ചേർത്താൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്ളോഗാക്കാനാണ് വിചാരിക്കുന്നത്. സോ നമ്മുടെ മിക്ക വ്ളോഗും ചെറിയ ചെറിയ വ്ളോഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ അല്ലെ 10 മിനിറ്റോ, മാക്സിമം 10-13 മിനിറ്റൊക്കെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എൻ്റെ വ്ളോഗ് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുവാണ്. ഇന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടിയതോടുകൂടി വ്ളോഗ് തീരും. അപ്പോൾ എന്തായാലും നോക്കാം.
അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേ ഒരു വ്ളോഗിന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് വരാം. അതിനൊക്കെ പോകേണ്ടതായിരുന്നു അന്ന്. അതെനിക്ക് സമയമില്ല. ഒരു ബുക്കൊക്കെ 7 കൊല്ലം 12 സാറമ്മ 25 പറഞ്ഞോ. ആരുടെയൊക്കെ കുറ്റി വെച്ച് കൊണ്ടാക്കിയാണ് അറിഞ്ഞത്. കുറ്റിയാ ചീമ കൊല്ലട മറ്റേ ആ അമ്പലത്തിലെ കുന്നത്തെ അമ്പലത്തിൽ ഈ ഹരിശ്രീ കൊടുപ്പാടില്ലേ? കുന്നത്തല്ല, ഇവിടെ അരിപ്പറമ്പത്ത്. അമ്പലത്തില് അപ്പോൾ ഇന്നലത്തെ ചർച്ച നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ചർച്ച നടന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് വെച്ചത്. പിന്നെ വേറൊന്നുമില്ല. ഇന്ന് പിറ്റേ ദിവസം, ഇന്ന് 14-ാം തീയതി. അത് ഇന്നലെ ലൈവ് ഇട്ടില്ല, ഇന്നെങ്കിലും ലൈവ് ഇടണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയൊന്നുമില്ല. എനിക്കൊന്ന് 4 കമൻറ്റ് ചോദിച്ച് ചാനലിൻ്റെ പേരിനായിട്ട്. അപ്പോൾ അത് കൊടുക്കും. ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അത് ഇത്രേ ഉള്ളൂ. ഇതിനെപ്പറ്റിയുള്ള കാര്യമായ ചർച്ച വേണമെങ്കിൽ ഇനി അടുത്ത വീഡിയോ വേണം കാണിച്ചു തരാം. സംഭവം ഒരു പൊഴി കുറച്ച് കഥകളുണ്ട് പറയാനായിട്ട് തുടങ്ങുവാണെങ്കിൽ ഒരു നീണ്ട എന്താണ് 4-5 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, കുറേ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് നടക്കാമെന്ന് വിചാരിച്ചിരുന്നു, നടക്കാൻ പറ്റുമോയെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ പരിപാടി ഇന്ന് വരും. അപ്പം ഇതിനൊരു ക്ലൈമാക്സ് കൊടുത്തിട്ട് അടുത്ത പരിപാടി തുടങ്ങട്ടെ. അപ്പം ബൈ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. മറ്റൊരു വ്ളോഗ് ഇട്ട് വരാം. ബൈ.